എൻ്റെ മക്കൾ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഇന്നൊരു പ്രമാണം നടക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് നടത്തുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ നക്കലുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് കൈ പിടിക്കണം. നിങ്ങൾ ഇന്നൊരു സർട്ടിഫിക്കറ്റിന് പോകുന്ന ദിവസമാണ്, അപ്പോൾ അതിനു വേണ്ടി അവിടെ കൊടുക്കേണ്ട ഒപ്പിട്ട് കൊടുക്കേണ്ട പേന അങ്ങനെയുള്ളത് കൈ പിടിക്കണം. അപ്പം ഇന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പം ഇന്നൊരു അഡ്വാൻസ് കൊടുക്കുന്ന ദിവസമാണ്, അതിൻ്റെ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ എടുത്ത് കൈ പിടിക്കണം ഈ പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് സമയം തരാം, മക്കൾക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെയുള്ള സമയം തരാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ഇപ്പം അടുക്കള കെട്ടാൻ പോവുകയാണ്, അപ്പം നിങ്ങൾ അച്ഛൻ്റെ മൊബൈലുമായിട്ട് ആ അടുക്കള കെട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. ഒരു എക്സ്റ്റൻഷൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കാർ ഷെഡ് ഇടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഗേറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് പറയണില്ലേ, ഇപ്പം നാളെ മുതൽ നിങ്ങൾ ഈ ആ സബ്ജക്റ്റ് വൈസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കർത്താവിന് ആ ഭൂമിയെ, ആ സ്ഥലത്തെ, ആ ഇടത്തെ ഏൽപ്പിക്കണം. ഓക്കെ, പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾ കർത്താവ് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോഴും പ്രയർ ഇൻറ്റൻഷൻസ്, പ്രാർത്ഥനാ നിയോഗങ്ങളെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ, അവർ ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങളെ അങ്ങയുടെ തിരുസനെ സ്വാഗതി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരത്തിന് പാണ്ടുള്ളവർ ഇപ്പം നീ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റിയിൽ സൈഡിലൊക്കെ പാണ്ട് പോലെ ഇരിക്കുന്നവർ കാണിച്ചു തരുന്നു. അവരെല്ലാം നീ വിശുദ്ധമായ രക്തത്താൽ അവർ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരം വല്ലാതെ ചുരുങ്ങി വരുന്നവർ, കിഡ്നി ചുരുങ്ങുന്നവർ, സമയത്ത് ശ്വാസകോശം ചുരുങ്ങുന്നവർ, അവരെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളെ കഴുകണമേ കർത്താവ്. നിൻ്റെ ഉന്നതമായ നാമത്തെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ. കർത്താവ് പലതരത്തിലുള്ള കേസുകളിൽ പെട്ടിരിക്കുന്നവരുണ്ട്. കുടുംബ കോടതിയിൽ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സിവിൽ കോടതിയിൽ, പറമ്പ് സംബന്ധമായ കേസുകൾ, ജോലി സംബന്ധമായ കേസുകൾ. കർത്താവ് അങ്ങയുടെ മക്കളുടെ നീതി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവ് പിൻകഴുത്ത് പഴുത്ത് ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ചൊറി പോലെ പിടിച്ച പോലെയൊക്കെ അവരൊക്കെ എല്ലാം വിശുദ്ധമാരെ തലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വല്ലാണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് ശരീരം ചൊറിയുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഇപ്പോഴേ ആരെല്ലാം നീ കാണിക്കുന്നുവോ അവരെല്ലാം നിന്റെ തിരുമുറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കണം ഈശോയെ. ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ 2 പേര് മാത്രം താമസിക്കുന്നുണ്ട്. അവർക്ക് പരസ്പരം ബോറടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പോണ്. മിക്കവാറും പലപ്പോഴും സ്നേഹത്തെക്കാൾ വഴക്കാണ്. ഭാര്യയാണോ ഭർത്താവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവരങ്ങനെ വീടുകളിലൊക്കെ ഒരേ ആളെ തന്നെ എപ്പോഴും കണ്ടും കേട്ടും വീട്ടിൽ തന്നെ ഇരുന്ന് എന്തൊക്കെ പ്രത്യേക അവസ്ഥകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. ഈ തുറന്ന ജയിലും കാണാത്ത കയറുമെന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യരെ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് വാഹനം ഓടിക്കുന്നത് പേടിയുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് ഈശോയെ. ഇവിടുന്ന് പോണവർ അതുപോലെ തന്നെ സുരക്ഷിതരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന വാഹനങ്ങൾ, പുറകെ വരുന്ന വാഹനങ്ങൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, കുറുകെ പോകുന്ന വാഹനങ്ങൾ എല്ലാം തട്ടിമുടി അപകടം ഉണ്ടാകാതിരിക്കാൻ നിന്റെ കിറിവുകളുടെ സംരക്ഷണം മക്കൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ അമിതമായ പാപകരമായ ചിന്തകൾ, വിചാരങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഡാമേജ് ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അവരെല്ലാം നീ വിശുദ്ധമാരത് കഴുകണമേ. കൂടുതൽ ദൈവസ്നേഹത്തിൽ അവർ വളരാനും പുലരാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത മാർഗത്തിന് വേണ്ടി കട, വ്യാപാരം, വ്യവസായം, കൊണ്ടുനടന്ന് വിൽക്കുന്ന സാധനങ്ങൾ, ഏജൻസി പണി ചെയ്യുന്നവർ, കമ്മീഷൻ ജോലി ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ, ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കർത്താവെ അവിടെ കൂടെ നീ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തിരികെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം കാണിച്ചു തരണമേ. അവിടെ കാര്യങ്ങളെ പരിഹരിക്കാനും അവർക്ക് സമാധാനം ജീവിക്കാനുള്ള വഴികളുമായിട്ട് തിരിച്ചു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ, ജീവിത പങ്കാളി കിട്ടാത്തവർ, അനുകൂലമായ ജീവിത പങ്കാളി നോക്കിയിരുന്ന് എല്ലാം അവസാനം അവർക്ക് പറ്റാത്തത് കിട്ടി കുടുങ്ങിപ്പോയ ഒരാൾക്കാരുണ്ട്. എൻ്റെ പേരിൽ എപ്പോഴും വീട്ടിൽ പള്ളിപ്പുലം പോകാൻ തോന്നാത്ത ആൾക്കാർ എപ്പോഴും കെട്ടണില്ലേ,
അതൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആൾക്കാരുടെ വർത്തമാനങ്ങൾ കാരണം പള്ളിയെയും സമൂഹത്തെയും ഒക്കെ വെറുത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഉള്ളിലേക്ക് ചുരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഇങ്ങനെ പാവ വ്യത്യാസത്തിൽ മുഖം ഇങ്ങനെ കല്ലുപോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യർ വേദനിക്കുന്നുണ്ട്. അവരാരും സഹായിക്കും? നിനക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുന്നുള്ളൂ. ഈ പ്രഭാതത്തിൽ, ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ കർത്താവിൻ്റെ ശക്തിനെ ആവശ്യിക്കട്ടെ. നിന്നെ കർത്താവ് സന്ധിക്കട്ടെ, നിന്നെ കർത്താവ് വീണ്ടെടുക്കട്ടെ. മാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.